ഹായ്, നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന ഒരു എക്സാമാണ്. അത് നടന്നത് 17/2/2023 അപ്പോൾ അതിൽ GK ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വളരെയധികം ഉപകാരപ്പെടും നമ്മുടെ LP UP അതുപോലെ LDC എക്സാമിനൊക്കെ. അപ്പോൾ ആരും മിസ്സാക്കാതെ കാണാം. നമ്മൾ പെട്ടെന്ന് ആൻസറിലേക്ക് പോവുകയാണ്. ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല. എന്തെങ്കിലും വായിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വായിക്കാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരി ഏതാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡൻ്റായി. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനമുണ്ടായി. ഉത്തരം സി ആണ്. ഏതാണ്? 1, 3 ശരിയായത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ്. ക്വിറ്റ് ഇന്ത്യ സമരം ഇതിൽ ആരംഭിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് തെറ്റാണ്. പിന്നെ 3 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനമുണ്ടായി. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു കോൺഗ്രസ് പ്രസിഡന്റ്. അതുപോലെ തന്നെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചതും 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ഇനി ഖുദായ് ഖിദ് ഗാർഡ്സ് എന്ന സംഘടനയുടെ സ്ഥാപകൻ. ഉത്തരം ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ആണ് കേട്ടോ. ഖുദായ് ഖിദ് ഗാർഡ്സ് എന്ന സംഘടനയുടെ സ്ഥാപകൻ. 1987 പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെൻറ് രൂപീകരിച്ചത്? ഉത്തരം 7. ഉത്തരം എ ആണ് കേട്ടോ. പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് ആരാണ്? നമ്മൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ പരിചയപ്പെടാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നോക്കണം. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു പോവുക, അതേപോലെ റാങ്ക് ഫയൽ വായിച്ചു പോവുക. അതിലൊക്കെ നമ്മൾ നോട്ട് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന് അങ്ങനെ ആവർത്തന ചോദ്യങ്ങൾ ആവാറുണ്ട്. അപ്പോൾ കാണാത്ത ചോദ്യങ്ങൾ നമ്മൾ ഒരുപാട് കേൾക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതൊക്കെ എഴുതി വെക്കുക. പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് മുഹമ്മദ് അലി ജിന്നയാണ്. അപ്പോൾ നമ്മൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അതൊക്കെയാണ് നമ്മൾ മിങ്കിൾ ചെയ്യുക കേട്ടോ. അതൊന്നല്ല ഉത്തരം. പ്രത്യക്ഷ പ്രവർത്തന ദിനം മുഹമ്മദ് അലി ജിന്ന. നെയ്താലീം എന്ന വിദ്യാഭ്യാസ ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാന്ധിജിയാണ്. 6ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും ചുവടെ ചേർത്തിട്ടുണ്ട്. ഇവിടെ ചേരാത്തവ തിരിച്ചറിയുക. ഉത്തരം സി ആണ്. 3ാമത്തത് ഭിലായ് ജപ്പാൻ മാത്രമാണ് തെറ്റ്. ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, ദുർഗാപൂർ ബ്രിട്ടൻ, റൂർക്കേല ജർമ്മനി. ഇതൊക്കെ ബോസോ അങ്ങനെ ഇതിൻ്റെ തല പേരുകൾ വെച്ചിട്ട് ബൊസോന്നോ സോബോന്നോ അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കോഡ് പഠിച്ചു വെക്കുക. ദുബ്രി, ദുർഗാപൂരിന് ദുബ്രി എന്ന് പഠിച്ചു വെക്കുക. റൂജ അങ്ങനെയൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, അന്നേരം നമുക്ക് ഉത്തരം കൺഫ്യൂഷനായി പോകും. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ജവഹർലാൽ നെഹ്റു ആണ് ഇങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച്. ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം ഡി VP മേനോനാണ് കേട്ടോ. ഇത് മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടതാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്? ഉത്തരം സി ആണ്. 2, 3, 4 പോണ്ടിച്ചേരി, യാനം, കാരക്കൽ. സ്വതന്ത്ര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്? അപ്പോൾ ഏതൊക്കെയാണ് അധീനതയിൽ ഉണ്ടായിരുന്നത്? 1 ഏതാണ്? സി പോണ്ടിച്ചേരി, യാനം, കാരക്കൽ. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ
വൈസ് ചെയർമാൻ ആരായിരുന്നു? ഈ ചോദ്യം ഇത് തെറ്റാട്ടോ, ഇതിൽ ഉത്തരം ഇല്ല. താഴെ നൽകിയിരിക്കുന്നവയിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നത് ആരാണ്? ഉത്തരം പണ്ഡിറ്റ് കറുപ്പനാണ്. കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായിരുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? സി കേശവൻ്റെ ആത്മകഥയാണ് ജീവിത സമരം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുക. നമ്മൾ എപ്പോഴും ശരിയായത് എന്ന് കേൾക്കുമ്പോൾ നമ്മളെന്ത് അല്ലെങ്കിൽ തെറ്റായവ ഇതൊക്കെ നമ്മളെന്ത് ചെയ്യുക, ഒന്നും കൂടി ഉറപ്പിച്ച് വായിക്കാം കേട്ടോ. ഒന്നാമത്തെ തെറ്റായവയല്ല ഇവിടെ പറഞ്ഞത്, ശരിയായവ തിരഞ്ഞെടുക്കാനാണ്. ഡി മാത്രമാണ്, 1ഉം 2ഉം. സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ 1925 ഗാന്ധിജി സത്യാഗ്രഹം അവസാനിപ്പിച്ചു. ഗാന്ധിജി എന്നല്ല, 1925 സത്യാഗ്രഹം അവസാനിപ്പിച്ചു. അപ്പോൾ 1ഉം 2ഉം ആണ് ശരി. ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള കോൺഗ്രസ് പ്രവിശ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സി ടി പ്രകാശം ആയിരുന്നു. ആത്മവിദ്യാസംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്? ഉത്തരം സി അയർലൻഡാണ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. ഈ കടമെടുത്തതും രാജ്യങ്ങളും പഠിച്ചു വെക്കാം. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ്? ഡി 32. ആർട്ടിക്കിൾ 32 ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്നും ചോദിക്കാറുണ്ട്. BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂടി ചേർത്ത ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി തന്നെ. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ബി പാർട്ട് 3ലാണ് ഉൾപ്പെടുത്തിയത്, ഭാഗം 3. നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കാനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്? ഹേബിയസ് കോർപ്പസ് ആണ്. ഈ അടുത്തിടെ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഹൊസോങ് 12 പരീക്ഷിച്ച രാജ്യം? സി ഉത്തര കൊറിയയാണ് കേട്ടോ. നാട്യശാസ്ത്രം എഴുതിയത് ഭരതമുനിയാണ്. 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത്? താന്തിയ തോപ്പി. തോമസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കപ്പും കായിക ഇനവും പഠിച്ചു വെക്കുക. ഉത്തരം ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ടതാണ് തോമസ് കപ്പ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി? DG ശങ്കരക്കുറുപ്പാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ബക്ര നങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഉത്തരം സത്ലജ് നദിയിലാണ്. ഇനി ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? ഉത്തരം ചണ്ഡീഗഡ് ആണ് കേട്ടോ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം? ഡി ഇറ്റാനഗർ. അപ്പോൾ കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് ഏതാണ് അറിയണം. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദരവനം ഏതെല്ലാം നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലം രൂപപ്പെട്ടതാണ്? ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലം രൂപപ്പെട്ടതാണ് സുന്ദരവനം. ഹിമാലയത്തിലെ സോജില ചുരം ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ശ്രീനഗർ, കാർഗിൽ ആണ്. സോജില ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ശ്രീനഗർ ആൻഡ് കാർഗിൽ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മലപ്പുറമാണ് കേട്ടോ. കനോലി പ്ലോട്ട് ഉള്ളത് മലപ്പുറം, നിലമ്പൂരാണ്.
അതേപോലെ തന്നെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഘടിക്കുന്ന മലനിര ഏതാണ്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന മലനിര ഏതാണ്? നീലഗിരി കുന്നുകളാണ്. 2021 മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളി PR ശ്രീജേഷാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത? ഉത്തരം NH-66 ആണ്. കേരളത്തിലെ ആദ്യം രൂപം കൊണ്ട നഗരസഭ? കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. തിരുവനന്തപുരം ജില്ലയിലെ ഒരു തുറമുഖം? വിഴിഞ്ഞം. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്നതാണ് കേട്ടോ വിഴിഞ്ഞം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ട്? ഇടുക്കിയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ ഉത്തരം പള്ളിവാസലാണ്. ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ആതിരപ്പള്ളിയാണ്. ആതിരപ്പള്ളിയുടെ അറിയാലോ, തൃശ്ശൂരാണ്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയുടെ പേരാണ് മിഠായി. പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയുണ്ടാകുന്ന രോഗാവസ്ഥയെ പറയുന്നത് എംഫിസിമ. എലിപ്പനിക്കു കാരണമായ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണമായത് ലെപ്റ്റോസ്പൈറ. ആഗ്നേയഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ബീറ്റാ കോശങ്ങളാണ്. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ടപിടിക്കുന്നു. രക്തം കട്ടപിടിക്കാത്തതോ നിലയ്ക്കാത്തതോ ആയ അവസ്ഥയുടെ കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ് പറയുന്നതാണ് APTT. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിൽ വരുത്തിയത് കേരളത്തിലാണ്. ഇതിൻ്റെ പേര് KARSAP. മസ്തിഷ്കത്തിൻ്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനുള്ള ഉപകരണം? ഇലക്ട്രോ എൻസെഫലോഗ്രാം. ജീവിത വൈകല്യം മൂലം ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാകുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യുന്ന രോഗം? ഉത്തരം അരിവാൾ രോഗം. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതകമാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു. ഇത്തരം രൂപമാറ്റം വരുന്ന കോശങ്ങളാണ് നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ എന്നറിയപ്പെടുന്നത്. വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗം?